ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സാമ്പാർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കാം. ഇതിന് നമുക്ക് പരിപ്പ് വേണ്ട, തേങ്ങ വറുക്കേണ്ട, ഒരുപാട് പച്ചക്കറികളൊന്നും ആവശ്യമില്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടിഫിൻ സാമ്പാറാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സവോളയും ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് പച്ചക്കറിയായിട്ട്. പിന്നെ സമയമുള്ളവരാണെങ്കിൽ ചെറിയുള്ളി എടുത്താൽ മതി. ചെറിയുള്ളി ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. അല്ലെങ്കിൽ സവോള ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. വളരെ കുറച്ച് മതി, കാരണം നമ്മളിതിൽ പരിപ്പും തേങ്ങയൊന്നും ചേർക്കാത്ത കാരണം കൊണ്ട് പുളി പെട്ടെന്ന് കൂടും. അത് കാരണം കൊണ്ട് ചെറിയൊരു കഷ്ണം പുളിയാണ് ഞാനിവിടെ വെള്ളത്തിലിട്ടിരിക്കുന്നത്. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഒരുപോലെ ഒരു മൺചട്ടിയിലേക്കോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി മെൽറ്റായിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മൂത്ത് ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ച് ചെയ്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 4 വറ്റൽമുളക്, പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 3-4 അല്ലി വെളുത്തുള്ളി ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് നല്ല ഒരു അരോമ വരും, നല്ല സ്മെല്ല് വരും. വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് ജോലിക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനിവിടെ സവോള എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി എടുക്കാനായിട്ട് നന്നാക്കാനൊക്കെ ആയിട്ട് സമയമുള്ളവരാണെങ്കിൽ ചെറിയ ഉള്ളി മാത്രം എടുത്താൽ മതി കേട്ടോ, സവോളയ്ക്ക് പകരമായിട്ട്. ഈ സവോള നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ കറിക്കൊന്നും വഴറ്റുന്ന പോലെ വഴറ്റേണ്ട ആവശ്യമില്ല. എങ്കിലും നന്നായിട്ടൊന്ന് സോഫ്റ്റായി ഈ പിങ്ക് കളറൊന്ന് ഫെയ്ഡായി ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടണം. ഇപ്പോൾ ഇതേ സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പുളി കൂടുതലുള്ള തക്കാളിയാണെങ്കിൽ നിങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളിയുടെ അളവ് ഒന്ന് കുറയ്ക്കണം. കാരണം ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് പുളി കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ തക്കാളി മാത്രം ഇട്ടാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കാം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. ഇപ്പോൾ ചെറുതായിട്ട് ആവിയിലൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. വേറെ പച്ചക്കറികളൊക്കെ ഒന്നും നമ്മളിതിലിപ്പോൾ ചേർക്കുന്നില്ല. വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങൾ വേവിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. ചേർക്കണ്ടെന്നൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുക്കറിൽ അങ്ങനെ ഒന്ന് കഷ്ണങ്ങളൊക്കെ വേവിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് സാമ്പാർ പൊടിയാണ്. നിങ്ങൾ ഏത് സാമ്പാർ പൊടിയാണോ യൂസ് ചെയ്യാറുള്ളത് ആ സാമ്പാർ പൊടി എടുത്താൽ മതി. ഞാനിവിടെ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 വലിയ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കായമാണ്. കായം പൊടിച്ചതാണ്, ഫ്രഷായിട്ട് വറുത്ത് പൊടിച്ചിട്ടുള്ള കായമാണ് കേട്ടോ. അതും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി ഈ പൊടികളൊന്ന് ചൂടാക്കിയെടുക്കുക. കരിഞ്ഞു പോകരുത്. അത്രയും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ലൂസായിട്ട് തന്നെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കാരണം ഇനി തിളച്ച് നമുക്ക് ഇനി നമ്മൾ ഒരു സൂത്രം കൂടെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നന്നായിട്ട് കട്ടിയായിട്ട് വരും. അപ്പോൾ കാരണം കൊണ്ട് ഈ ഒരു സമയത്ത് കുറച്ചധികം വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല.
ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ആ സമയം നമുക്കിതിലേക്ക് വേണ്ട പൊടിക്കൈ എന്താണെന്നുള്ളത് നോക്കാം. പരിപ്പിന് പകരമായിട്ട് നമ്മളൊരു ചെറിയ ബൗളിലേക്ക് 2 ടീസ്പൂൺ കടലമാവ്, കുറച്ച് വലിയ സ്പൂണാണ്, 2 ടീസ്പൂൺ നിറയെ കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവ് നമ്മൾ ബജ്ജിക്കൊക്കെ എടുക്കുന്ന സെയിം കടലമാവാണ് കേട്ടോ. സ്നാക്സൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന സെയിം കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. നമ്മൾ പരിപ്പിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ കടലമാവിൻ്റെ പൊടിയാണ്. അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിൽ കലക്കി നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് കുറുകി ശരിക്കും നമ്മൾ സാധാരണ സാമ്പാർ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പൊടിക്കൈയാണ് ഈ 2 ടീസ്പൂൺ കടലമാവ് മാത്രം മതി നമ്മളുടെ സാമ്പാറിന് ആവശ്യമായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടലമാവിനെ ചേർക്കുമ്പോൾ നന്നായിട്ട് കുറുകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ചധികം വെള്ളം അതിലേക്ക് ചേർത്താൽ മതിയാവും കേട്ടോ, കുറുകുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ഞാൻ കലക്കി വെച്ചിരിക്കുന്ന കടലമാവ് ചേർത്തിട്ടുണ്ട്. വീണ്ടും സെയിം കപ്പിൽ തന്നെ കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ ഇങ്ങനെ ഇളക്കി അത് കുറുകി വരുന്ന സമയത്ത് നല്ല കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ചൂടുവെള്ളമാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല, പാകത്തിനാണ് തോന്നുന്നത്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് തിളയ്ക്കണം. കാരണം ആ കടലമാവിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറി നമ്മളെ സാധാരണ സാമ്പാറിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഉപ്പൊക്കെ പാകത്തിനാണോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളുടെ സാമ്പാറിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സാധാരണ അതേ രുചിയുള്ള സാമ്പാർ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇനി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. തേങ്ങ വേണ്ട, അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ കണ്ടില്ല, നല്ല കുറുകിയ ചാറിൽ തന്നെയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ സാമ്പാർ ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് മെയിനായിട്ട് നമ്മൾ ടിഫിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. എനിക്കതാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Thanks for watching. Stay tuned.